ആദ്യമായി നമ്മൾ വരുന്ന പള്ളിയിൽ ഒരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറേ ആഗ്രഹങ്ങളങ്ങ് പറഞ്ഞു. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അങ്ങ് നടക്കട്ടെന്നേ. പിന്നെ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഒക്കെ ട്രൈ ചെയ്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ താഴെ ബാൻഡ്ര ഫോർട്ട് ഗാർഡൻ ഉണ്ടെന്ന്. ഞാൻ നേരെ അങ്ങോട്ടേക്ക് നടന്നു. മൗണ്ട് മേരി പള്ളിയുടെ താഴെയാണ് ബാൻഡ്ര ഫോർട്ട് ഉള്ളത്. അവിടെ നിന്ന് ഏകദേശം നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ആക്ച്വലി മൗണ്ട് മേരി പള്ളിയിൽ കൃത്യമായിട്ട് പോകേണ്ട സമയം ബാൻഡ്ര ഫെസ്റ്റ് നടക്കുമ്പോഴാണ്. ഇവിടുത്തെ വലിയൊരു ഫെസ്റ്റാണ് കേട്ടോ. അതൊക്കെ ബാൻഡ്ര ഫെസ്റ്റ് നടക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് പറയാം. ഇപ്പോൾ ബാൻഡ്ര ഫോർട്ടിലേക്ക് തിരിച്ചു വരാം. 1640 പോർച്ചുഗീസുകാരാണ് ബാൻഡ്ര കോട്ട നിർമ്മിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ അധപതനത്തിന് ശേഷം മറാത്തകൾ ഇത് പിടിച്ചെടുത്തു. പിന്നീട് മറാത്തകൾ ബ്രിട്ടീഷ് ബോംബെ ആക്രമിക്കാൻ ഇത് ഉപയോഗിക്കുന്നത് തടയാനായി ബ്രിട്ടീഷുകാർ തന്നെ ഈ കോട്ട നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇതൊരു ചരിത്ര സ്മാരകമാണ്. ഒരുപാട് വിസിറ്റേഴ്സും ഇവിടെ വരാറുണ്ട്. ഞാൻ പോയ സമയത്ത് ഇവിടെ എന്തോ ഒരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിട്ട് കുറേ ആളുകൾ എന്തൊക്കെയോ പണി അവിടെ ചെയ്യുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡാക്കിയില്ല. ഞാൻ നേരെ നടന്നു. നേരെ നടന്ന് വരുമ്പോൾ നമുക്ക് കാണാം ഒരു പൊളിഞ്ഞ കോട്ട. എന്താണെന്നറിയില്ല, പണ്ടേ എനിക്ക് ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ തിങ്സിനോട് ഭയങ്കര ക്രൈസാണ്.